എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ 5 മണിക്ക് എഴുന്നേക്കുമെങ്കിലും ഇപ്പോഴായിട്ട് നല്ല ടയേർഡാണ്. അതുകൊണ്ട് തന്നെ കിടന്നിട്ട് തന്നെ ഞാൻ വീഡിയോ വർക്ക് ചെയ്തിട്ട് ഒരു 5:30 മണിയൊക്കെ കഴിയുമ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആ ബാങ്ക് വെക്കുന്ന സമയത്താണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് കൂടി നമ്മൾ ഈ രാവിലെ കിളികളുടെ ശബ്ദത്തിൻ്റെ ഇടയിൽ കേൾക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള മാവ് അരച്ചിട്ട് വെക്കണത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മാവ് പൊങ്ങി താഴെ പോകണ്ടെന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ വലിയൊരു പാത്രത്തിലാണ് വെച്ചത്. അതുകൊണ്ട് തന്നെ മാവ് എൻ്റെ അടുത്ത് മാവിൻ്റെ ആറ്റിറ്റ്യൂഡും കാണിച്ച് അത് വെച്ച പോലെ തന്നെ ഇരുന്ന് 5:30 മണിക്ക് വന്ന് നോക്കുമ്പോൾ ഒരു തരി പോലും പൊങ്ങിയിട്ടില്ല. പിന്നെ ഒരു 8 മണിയായപ്പോഴത്തേക്കാണ് ഈ മാവ് പൊങ്ങി വന്നിട്ട് ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ പാത്രത്തിലാണ് വെക്കണമെന്നുണ്ടെങ്കിൽ അപ്പോഴും മാവ് ആറ്റിറ്റ്യൂഡ് കാണിക്കും, ഒഴുകി തഴയിപ്പോവും. പക്ഷേ വലിയ പാത്രത്തിൽ വെച്ച് പതാനങ്ങാതെ അവിടെ തന്നെ ഇരുന്ന് അങ്ങനെ ഇപ്പോൾ 8 മണിയായപ്പോൾ നല്ല പാകത്തിന് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദോശയൊക്കെ നല്ല സോഫ്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ ദോശയിൽ ഞാൻ മറ്റേ ചോറ് വെക്കണ അരിയൊന്നും കുതിർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. വെറുതെ പച്ചരിയും ഉഴുന്നും മാത്രമാണ് കുതിർത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മസാല ദോശയൊക്കെ വലുതായിട്ടൊക്കെ ഉണ്ടാക്കൂലേ, അപ്പോൾ അതിന് ചോറ് വെക്കുന്ന അരിയും കൂടി ചേർത്തിട്ട് അരക്കാൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പായിട്ടുള്ള ദോശ നല്ല പെട്ടെന്ന് വിട്ട് കിട്ടുകയും ചെയ്യും. ഇതിപ്പോൾ ഞാൻ സാധാരണ ദോശ ഉണ്ടാക്കുന്നത്, ഇഡലി ദോശ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ. പക്ഷേ മസാല ദോശക്ക് ഇത് അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. മറ്റേ പുഴുക്കലരി കൂടി ഇട്ടതായിരിക്കുള്ളൂ നല്ലൊരു ക്രിസ്പായിട്ട് വരുന്നത്. പിന്നെ ഞാൻ തലേദിവസം തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, വലിയ സവാള ഇതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേഗം ചട്നിയൊക്കെ ഉണ്ടാക്കാൻ സാധിച്ചു. തേങ്ങയും എടുത്ത് പച്ചമുളകും ചെറിയുള്ളി മാത്രമേ ഇടുള്ളൂ, ഇഞ്ചിയൊന്നും ഇടില്ല. പിന്നെ ഈ ഒരു ദോശക്ക് നമ്മളങ്ങനെ ഉപ്പ് മാത്രമേ ഇടുള്ളൂ, പുളി ഇട്ടിട്ടുള്ള ഒരു ചട്നി വെക്കാറില്ല. അപ്പോൾ കൂടുതൽ പുളി തോന്നും, കാരണം ഇത് പുളിച്ച് പൊങ്ങിയേക്കണതല്ല. അപ്പോൾ ഇതിൽ ഓൾറെഡി പുളിയുണ്ട് ദോശയിലും ഇഡ്ഡലിയിലും ഒക്കെ. അപ്പോൾ നമ്മൾ ചമ്മന്തിയിൽ പുളി ചേർക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ അങ്ങനെ പുളി ചേർക്കാതെ ഒക്കെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ ഞാൻ കടുകും വറുത്തിട്ടില്ല. കടുക് വറുക്കാതെയും ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമാണ്. കടുക് വറുത്തതും ഇഷ്ടമാണ്, വറുക്കാത്തതും ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് വറുക്കാതെയാണ് ഉണ്ടാക്കിയത്. മാവ് കുറച്ച് ബാക്കിയുണ്ട്, കാരണം ആവശ്യത്തിൽ കൂടുതൽ ദോശ ആയിട്ടുണ്ട്. ഞാനും പപ്പയും മാത്രമല്ലേ കഴിക്കുള്ളൂ. അപ്പോൾ അത് കുറച്ച് ഉണ്ട്, ഒരു 4-5 ദോശ ഉണ്ടാക്കാനുള്ള മാവുണ്ട്. അതങ്ങോട്ട് ഫ്രിഡ്ജിലോട്ടും വെച്ചിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വീഡിയോൻ്റെ വർക്കുകൾ അതെല്ലാം കഴിഞ്ഞ് വീഡിയോ അപ്ലോഡാക്കി അതിൻ്റെ കുറേ നേരം അങ്ങനെ നമുക്ക് രാവിലെ പോവും. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്ലീനിങ് ആണ് ഇനി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശപ്പ് മാറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ സാവധാനം നമുക്ക് ക്ലീനിങ്ങിൻ്റെ പണിയിലേക്ക് കടക്കാം. അപ്പം ഞാൻ പണ്ട് മുതലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞാണ്, ക്ലീനിങ് എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ടിൽ നിന്ന് തന്നെ ക്ലീനിങ് തുടങ്ങണം. മുറ്റത്തുനിന്ന് മുറ്റടിക്കേണ്ടവർ മുറ്റത്തുനിന്ന്. ഇപ്പോൾ എനിക്ക് മുറ്റടിക്കേണ്ട കാര്യമില്ല, പപ്പ അത് ചെയ്യണോണ്ട് ഞാൻ വീടിൻ്റെ അകത്തേക്കുള്ള ക്ലീനിങ് നോക്കിയാൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം മുറ്റം അടിക്കണം, അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കോലായി അല്ലെന്നുണ്ടെങ്കിൽ സിറ്റ് ഔട്ട് എന്ന് പറയണത് ക്ലീൻ ചെയ്തിട്ടേക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയില്ലേ, ആരെങ്കിലുമൊക്കെ ഇങ്ങനെ വരുമ്പോഴേക്കും കോളിംഗ് ബെല്ലൊക്കെ അടിച്ചിട്ട് അങ്ങനെ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവരിങ്ങനെ ചുറ്റുമൊന്നും നോക്കിക്കൊണ്ട് നിൽക്കും. വേറെ വർക്കൊന്നും ഇല്ല സമയത്ത് ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ അങ്ങനെയാണ്, ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും. ചുറ്റും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നോക്കി ഓരോ വൃത്തികേടുകളൊക്കെ കണ്ടുപിടിക്കും. എന്നിട്ടത് പുറത്തു പോയി പറയുകയും ചെയ്യും, അവിടെ അങ്ങനെ ഇട്ടേക്കണം ഇങ്ങനെ ഇട്ടേക്കണം. അപ്പോൾ അത് ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ വീടിൻ്റെ അകം ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് പുറം വൃത്തിയായി ക്ലീൻ ചെയ്യണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ വിസിറ്റിംഗ് റൂമിലേക്കും കിച്ചണിലേക്കും കയറിയതിന് ശേഷം മാത്രം ഏറ്റവും അവസാനം ബെഡ്റൂം ക്ലീൻ ചെയ്താൽ മതി. ബെഡ്റൂമിലേക്ക് വിസിറ്റേഴ്സ് ആരും ആദ്യം പോയി കയറില്ല. എപ്പോഴും അല്ലാത്ത വിസിറ്റിംഗ് റൂമിലും ചിലപ്പോൾ കിച്ചണിലേക്കൊക്കെ വന്നു നിന്നിരിക്കുക. നമ്മൾ ചായയൊക്കെ എടുക്കാൻ വേണമെങ്കിൽ നമ്മുടെ പുറകെ വരും. പക്ഷേ ബെഡ്റൂമിലേക്ക് അങ്ങനെ കയറില്ല. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും അവസാനം ബെഡ്റൂം ക്ലീൻ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനങ്ങനെ ചെയ്യണത്. അങ്ങനെ ഞാൻ പിന്നെ വന്ന് ബിരിയാണി ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ബിരിയാണി ഉണ്ടാക്കണം. അപ്പോൾ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മല്ലിയില ഇന്നലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പറഞ്ഞ് ഇന്ന് മല്ലിയില മേടിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും പപ്പ ഇന്ന് ഒരുപാട് ജോലിയായിരുന്നു. അപ്പോൾ പണിക്കാർ ഞായറാഴ്ച വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇനി പ്രതീക്ഷ വേണ്ട, ഞായറാഴ്ച വരെ കാത്തിരിക്കാം ആ ജനലിൻ്റെ പാളികൾ പിടിപ്പിക്കാൻ. അപ്പോൾ അതുകൊണ്ട് പപ്പ മുകളിൽ കുറേ ഒതുക്കി പെറുക്കാനുണ്ടായിരുന്നു, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇനി മല്ലിയില മേടിപ്പിക്കാനായിട്ട് പപ്പനെ വിടാൻ പറ്റൂല എന്നെനിക്ക് മനസ്സിലാവുന്നത്. അത് ഭയങ്കര ചൂടുമാണ്. പുറത്തേക്ക് ഇനി നേരം കഴിഞ്ഞ് ഇറങ്ങുന്നത് ശരിയല്ല. ഒരു 11 മണിയായി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങാതിരിക്കണേ നല്ലത്. അപ്പം ഞാൻ ബ്ലിങ്കിറ്റിൽ മല്ലിയിലൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. 10 രൂപയുടെ മല്ലിയിലക്ക് വേണ്ടിയിട്ട് 285 രൂപയുടെ സാധനം ഞാൻ മേടിക്കുന്നുണ്ട്. അതാണ് ഒരു പ്രത്യേകത.
അപ്പോൾ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങൾ സവാളയൊക്കെ അരിഞ്ഞ് വറുക്കാനിട്ട്, തക്കാളി അരിഞ്ഞ്, പിന്നെ നമ്മളുടെ ചോപ്പറിൽ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ച് അത് വെച്ച്, പിന്നെ ഇനി ഈ അരി ഒന്ന് കുതിർത്ത് കുറച്ച് നേരം ഇട്ടിട്ട് വേണം അരി അടപ്പത്തിടാനായിട്ട്. അപ്പോൾ അത് വൈറ്റ് സെല്ല റൈസാണ് കേട്ടോ. റയൻ പോകും എന്ന് വിചാരിച്ച് മേടിക്കാതെ ഇങ്ങനെ ഇരുന്ന് അവസാനം ഇപ്പോൾ ഏതായാലും ഡിലേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും റൈസൊക്കെ മേടിച്ച്, അങ്ങനെ വൈറ്റ് സെല്ല റൈസാണ് ഇപ്പം നമ്മൾ ഈ ബിരിയാണി വെക്കാൻ എടുക്കുന്നത്. പിന്നെ സവാള നല്ല രീതിയിൽ പൊരിഞ്ഞ് വന്നു കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് നിന്ന് കുറച്ച് ഗാർണിഷ് ചെയ്യാനുള്ളത് മാറ്റി, കുറേ അധികം എണ്ണയിൽ നമ്മൾ വറുത്താലാണ് നല്ല മൊരിഞ്ഞ രീതിയിൽ സവാള വരണത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നല്ലത്. പക്ഷേ അത്രയും എണ്ണ നഷ്ടപ്പെട്ട് പോകണ്ടല്ലോ എന്ന് വെച്ച് നമ്മൾ അധികം എണ്ണ ഇടാതെയാണ് വഴറ്റണത്, അത് വെജിറ്റബിൾ ഓയിൽ. എന്നിട്ട് ആ ഓയിലിൻ്റെ അത് അങ്ങനെ തന്നെ അത്യാവശ്യമുള്ള ഓയിൽ മാത്രം, അതിനകത്തൊന്നും മാറ്റേണ്ട കാര്യമില്ല അപ്പം. എന്നിട്ട് തൈരും തക്കാളിയും ചതച്ചതും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും ചിക്കനും ഉപ്പും ഒക്കെ ചേർത്ത് അത് മാരിനേറ്റ് ചെയ്ത് വെച്ച്, ഫ്ലെയിം ഓണല്ല, അവിടെ വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലെയിം സാവധാനം അത് ഇരുന്നൊന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുള്ളൂ. ആ സമയത്ത് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ബീന ചേച്ചി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ പറഞ്ഞ ആൾ കേൾക്കണമെങ്കിൽ അതിനൊരു മറുപടി ബീന ചേച്ചിക്ക് കൊടുത്തേക്കണേ. ബീന ചേച്ചി ഇപ്പോൾ ബീന ജോഷി എന്നുള്ള പേരിലാണ് അക്കൗണ്ട് ഉള്ളത് ഭർത്താവിൻ്റെ പേരിൽ. പക്ഷേ പുള്ളിക്കാരത്തി സ്കൂളിൽ പഠിക്കുമ്പോൾ ബീന PR ആയിരുന്നു. ആനി തോമസ് എന്ന് പറഞ്ഞ ഒരാൾ കമൻ്റ് ഇടുന്നത് കണ്ട് അത് ആനി കെ തോമസ് ആണോ എന്നാണ് ബീന ചേച്ചി ചോദിക്കാൻ പറഞ്ഞേക്കണത്. അപ്പോൾ ആനി കെ തോമസ് ആണ് ഇപ്പോഴത്തെ ആനി തോമസ് എങ്കിൽ ബീന ചേച്ചിക്ക് ഒരു മറുപടി കൊടുത്തേക്കണേ, അല്ലെങ്കിൽ അല്ല ആണെങ്കിലാണ്. അപ്പോൾ ഇവർ ഫാത്തിമ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്, അതാണ് ചോദിക്കണം എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് പപ്പയ്ക്ക് വേണ്ടിയിട്ട് ഒരു പച്ചക്കറി കൂടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമ്മൾ ഇന്നലെ വെച്ച ഷാർക്ക് കറി ഉണ്ട്, നമ്മുടെ സ്രാവിൻ്റെ കറിയേ അതുണ്ട് വറുത്തരച്ചത്. അതിൻ്റെ കൂടെ ഒരു സൈഡ് ആയിട്ട് കോവക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കൊടുത്തേക്കാം. കാരണം ഈ മെഴുക്ക് പുരട്ടി അല്ല, കോവക്ക ചുവന്ന് തന്നെയാണ്. അത് കൊണ്ടുവന്നപ്പോഴേ അത് ഇത്തിരി മൂത്തതായിരുന്നെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. ഇനിയും അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കട്ട ചുവപ്പാവും. അപ്പോൾ അതുകൊണ്ടാണ് വേഗം കൊണ്ട് വെച്ചത്. അല്ലെന്നുണ്ടെങ്കിൽ പപ്പക്ക് ആ ഒരു വറുത്തരച്ച കറി മാത്രം മതി കേട്ടോ. അങ്ങനെ അത് ഞാനിപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഞാൻ ഇന്നലെ എണ്ണയൊക്കെ പുരട്ടി വെച്ചില്ലേ, അത് കഴുകി ഒന്നുകൂടി എടുത്തതിന് ശേഷമാണ് ഇന്നിപ്പോൾ അതിലേക്ക് കോക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ ഇട്ടേക്കണത്. അപ്പോൾ നമ്മുടെ റൈസ് തിളച്ചതല്ല, ചോറ് വെന്ത് അതൊന്ന് വാർത്തിടാൻ വേണ്ടി കൊണ്ടുപോയി. ആ ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ നമ്മളുടെ ചിക്കനും വേവിക്കാൻ വെച്ച്. അപ്പോൾ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയുടെ കാര്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്വപ്ന ശരിക്ക് പറയണം, നല്ലതാണോ നല്ലതല്ലേ, എനിക്ക് ഒരെണ്ണം മേടിക്കാനാണ്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഏറ്റവും നല്ലത്. സ്റ്റീലിനെക്കാട്ടി നല്ലത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി തന്നെയാണ്. നമ്മൾക്ക് പാചകം ചെയ്യുമ്പോഴത്തേക്കും അടിക്കപ്പിടിക്കല്ല, ഒന്നുമില്ല, ഒരു തരി വെള്ളം ഒഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയത് ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ, ഒരു തരി വെള്ളം എൻ്റെ അടിയിലില്ല. പക്ഷേ നമ്മൾ സ്റ്റീലിൻ്റെ ഉപയോഗിക്കുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചില്ലെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും എന്തായാലും, പെട്ടെന്ന് വെള്ളം വറ്റിപ്പോയി അത് സ്റ്റീലുമായിട്ട് അത് ചേരാതെ വരും. പക്ഷേ ഈ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ നമ്മൾ എന്ത് മെഴുക്ക് പുരട്ടി, തോരൻ, എല്ലാ സാധനങ്ങളും അടിയിലൊന്നും പിടിക്കാതെ അടിപൊളിയായിട്ട് കിട്ടും. പിന്നെ അത് മെയിൻ്റനൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്കത് ഉപയോഗിക്കാനായിട്ട് മടി. അതിനെ പൊക്കി എടുക്കാനൊക്കെ വെയിറ്റാണ്, അതുകൊണ്ടാണ് ഞാനും കൂടുതൽ എടുക്കാത്തത്. കാരണം കൈത്തണ്ടയൊക്കെ വേദന വരും, അതുകൊണ്ട്. അപ്പോൾ ഇത് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ ഇരുമ്പിൻ്റെ ഇതിലേ ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് പറ്റിയൊരു അബദ്ധമാണ് ഞാൻ കാണിക്കണത്. തൈരാണ് ഓർഡർ ചെയ്തത്, വന്നത് പാലായിരുന്നു. വന്നതല്ല, ഞാനതാണ് ഓർഡർ ചെയ്തത്. വയലറ്റ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തിരക്കിട്ട് ഓർഡർ ചെയ്തതാണ്. സംഭവം വന്നത് പാൽ തന്നെയായിരുന്നു. ഒരു ഓറഞ്ച് പാലും ഒരു തൈരുമാണ് എടുത്തത്. വയലറ്റ് കളറ്, മറ്റേത് തൈരിൻ്റെ ഫുള്ള് വയലറ്റ് അല്ലേ ഇത്. പക്ഷേ അശ്രദ്ധ കൊണ്ട് പാല് വയലറ്റ് കളർ, അത് ഇതുവരെ മേടിക്കാത്തൊരു പാലാണ്. പിന്നെ ഈ മല്ലിയില മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും സാധനങ്ങൾ മേടിച്ചിട്ട്, കപ്പലണ്ടി, ചിപ്സ്, അത് അങ്ങനെ കുറേ സാധനങ്ങൾ, പിന്നെ മുളക്. അപ്പോൾ അങ്ങനെ 285 രൂപയുടെ സാധനമാണ് ഈ മല്ലിയിലക്ക് വേണ്ടി ഞാൻ മേടിച്ചത്. അപ്പോൾ അത് റയന് ഇഷ്ടമാണ്, കപ്പലണ്ടിയൊക്കെ കഴിക്കോട്ടെ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടം, അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനം കണ്ടു കഴിഞ്ഞാൽ ആളവിടെ ഇരുന്നിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ മേടിച്ചാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറയും, ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കല്ലേ, അത് പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്ക് നമ്മളെക്കാട്ടി അറിവുണ്ട്, അതുകൊണ്ട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട യാതൊരു കാര്യമില്ല. പറഞ്ഞ് ഞാൻ തോറ്റെന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഞാൻ വിട്ട് കളഞ്ഞേക്കണേ.
ഇനി എന്തെങ്കിലും കാണിക്കട്ടെ അങ്ങനെയുള്ളൊരു ചിന്തയിൽ. അപ്പം നമ്മളുടെ റൂബി കുഞ്ഞില്ലേ വയറ് തടകി കൊടുക്കാൻ കിടക്കണേണ്. അപ്പം റയൻ കുറച്ച് നേരം ഇരുന്ന് വയറ് തടകി കൊടുത്ത്. അപ്പോൾ ആ ഒരു തടകിൻ്റെ സുഖത്തിന് കയ്യും കാലും അതേപോലെ തന്നെ ഇരിക്കുന്നത് റയൻ എന്നെ വിളിച്ച് കാണിച്ചതാണ്. ആൾ പോയിട്ടും കയ്യും കാലും പൊക്കി പിടിച്ചേക്കണേ ആൾ. ഇനി എങ്ങാനും വീണ്ടും വന്ന് തടകിയാല അപ്പോൾ പിന്നെ ഇനി പൊക്കണ്ടല്ല, പൊക്കി പിടിച്ചേക്കാം. അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ ആൾക്ക് നാണമായിട്ടാ പെട്ടെന്ന് തന്നെ പോയി. അപ്പോൾ അതേ ഞാൻ ഇടയ്ക്ക് വന്നിട്ട് മെഴുക്ക് പുരട്ടടിക്ക് പിടിച്ച എന്ന് ഞാൻ നോക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റായിട്ടാണ് നമുക്കിതിനകത്ത് പാകം ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെ അത് അങ്ങനെ സാവധാനം കിടന്നാകുന്നുണ്ട്. പിന്നെ ചിക്കനും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മല്ലിയില ഒന്ന് അരിഞ്ഞിട്ട് അതിൻ്റെ മീതയിലേക്ക് ഇടുക, ഒന്ന് ഇളക്കുക, റൈസ് ഇടുക, അത്രയേ ഉള്ളൂ. അപ്പം മല്ലിയില വന്ന സ്ഥിതിക്ക് മല്ലിയില വേഗം കഴുകി ഞാനവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചെടുത്തിട്ട് കഴുകാതെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുമുണ്ട്. അപ്പം ഞാനില്ലേ നമ്മുടെ ഗാർബേജ് ബാഗ് ഉണ്ടല്ലോ, ഗാർബേജ് ബാഗ് നല്ല വലുതല്ലേ, അതിനകത്തേക്ക് ഇട്ടിട്ട് വെക്കും. അപ്പം നല്ല ഇളകി കിടക്കും, ടൈറ്റായിട്ടിരിക്കാതെ. അതുപോലെ വേപ്പില ഇപ്പം അങ്ങനെ തന്നെയാണ് ഗാർബേജ് ബാഗിൽ ഇടുന്നത്. അപ്പം അതുകൊണ്ട് ഒട്ടും തന്നെ കേടാകാതിരിക്കുന്നുണ്ട്. വേപ്പില ഇപ്പോൾ കുറേ അധികം ദിവസമായി ഒട്ടും തന്നെ കേടാകണില്ല. അതിങ്ങനെ വിട്ട് വിട്ട് കിടക്കണല്ലേ, നല്ല സ്പേസ് ആയിട്ട്. അപ്പോൾ ഇതും ബാക്കിയുള്ളത് അങ്ങനെ എടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ റയൻ കപ്പലണ്ടി എടുത്തിട്ട് എൻ്റെ വായിലേക്ക് ആദ്യം വെച്ച് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു നീ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതുകൊണ്ട് അപ്പുറത്തേക്ക് പോയി. അപ്പം അങ്ങനെ ഒരുപാട് പണി ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാനൊന്നും മിണ്ടാൻ നിന്നില്ല, കാരണം തലേ ദിവസം മട്ടാഞ്ചേരി പോയപ്പോഴത്തേക്കും മല്ലിയില കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു മല്ലിയില അത്യാവശ്യം ഇന്ന് ബിരിയാണി വെക്കണം. അവർ അങ്ങനെയാണെങ്കിൽ ഞാൻ കാലത്തെ പോയിട്ട് മേടിച്ചരായിരുന്നു. ഇനിയിപ്പോൾ വെയിലായി, ഇനിയിപ്പോൾ പോകുമ്പോൾ ഞാൻ വേണ്ട കാലത്ത് മേടിച്ചെന്നാൽ മതി എന്ന് പറഞ്ഞ്. പക്ഷേ പപ്പ അതൊക്കെ മറന്നു പോയിട്ടാ. പപ്പ അങ്ങനെയാണ്. പപ്പക്ക് ഞാൻ പറയാറില്ലേ മൾട്ടി ടാസ്കിങ് പപ്പക്ക് എന്നല്ല ആണുങ്ങൾക്ക് പറ്റൂല. അവരൊരു കാര്യം ചെയ്തത് മാത്രമേ ചെയ്യുള്ളൂ. നമ്മളങ്ങനെയല്ല, അതിൻ്റെ ഇടയിൽ കൂടി ഒരു 100 കാര്യം ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീടൊക്കെ എങ്ങനെ ആയിരുന്നെന്ന് ഞാൻ വിചാരിക്കും. ഇപ്പം തന്നെ ഓരോരുത്തരും അവരവർ ചെയ്യുന്നൊരു വീട്ടിലെ ജോലികൾ ഇതുപോലെ വീഡിയോ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വയം കണ്ടു ഞെട്ടിപ്പോയി. എൻ്റെ ദൈവമേ, ഇത്രയും പണി ഞാൻ ചെയ്താ ഈ വീട്ടിൽ എന്ന് തോന്നും. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ അയ്യോ സ്വപ്നം എന്തോരം പണിയാണ്, നിങ്ങൾ ഇതുപോലെ തന്നെ പണി ചെയ്യുന്നുണ്ട്. അത് വീഡിയോ എടുക്കാത്തതുകൊണ്ടാണ് മനസ്സിലാകാത്തത്. വീഡിയോ എടുത്ത് നോക്കണമെങ്കിൽ നിങ്ങൾ ഞെട്ടിപ്പോയി, അയ്യോ എന്തോരം പണിയാണ് ഓരോ സമയത്ത് ചെയ്യണത്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവർ ചെയ്യുന്ന ഒരൊറ്റ ജോലിയേ പറ്റുള്ളൂ. അപ്പോൾ എനിക്കതറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ബ്ലിങ്കിറ്റിൽ നിന്ന് നമുക്ക് അങ്ങനെയുള്ള ഒരു സംവിധാനം ഉണ്ടല്ലോ. ഞാനെപ്പോഴും വിചാരിക്കും പണ്ട് കാലത്ത് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ അടുത്ത് നമ്മുടെ വീട്ടിൽ ആരും ഇല്ലാന്ന് അപ്പുറത്തെ വീട്ടിലെ കുട്ടിയുടെ അടുത്ത് കൊടുത്തു വിടും, പൈസയും ആയിട്ട് ബില്ലും അതും ലിസ്റ്റുമായിട്ട് ഇത്ര സാധനം മേടിച്ചിട്ടുണ്ടോ, ബാക്കി പൈസ നീ എടുത്തോ എന്ന് പറയും. അതുപോലെ തന്നെയാണ് ഇതും. അടുത്ത വീട്ടിലെ കുട്ടിയുടെ അടുത്ത് ഓർഡർ ചെയ്ത് വിടുന്ന പോലത്തെ ഒരു സംഭവം തന്നെയാണ് ബ്ലിങ്കിറ്റ്. അതിൻ്റെ ആ ഒരു സർവീസ് ചാർജ് നമ്മൾ കൊടുക്കണം, അത്രയേ ഉള്ളൂ സാധനം. പക്ഷേ നമ്മുടെ വീട്ടിൽ നമുക്ക് മെനക്കേടില്ല. അപ്പോൾ പപ്പ പണി കഴിഞ്ഞ് അവിടെ വന്ന് ആശ്വസിക്കാൻ ഇരുന്നപ്പോഴത്തേക്കും അതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കൊടുത്തു. നമ്മൾ ഇത്രയും നേരം ഇവിടെ വെയിലല്ല ചൂടും കൊണ്ട് ഉരുകി ഒലിച്ച് ജോലി ചെയ്താലും നമുക്കൊരു നാരങ്ങ വെള്ളം ആരെങ്കിലും പിഴിഞ്ഞ് തരുമോ? ഒരിക്കലുമില്ല. അത് നമ്മൾ തന്നെ പിഴിഞ്ഞ് കുടിക്കണം എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ പച്ചവെള്ളം എടുത്ത് കുടിക്കും. പക്ഷേ അവർ പച്ചവെള്ളം കുടിക്കില്ല. അവർ പച്ചവെള്ളം കുടിക്കും, പക്ഷെ നാരങ്ങ ഇല്ലേ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചോദിച്ചു നാരങ്ങ വെള്ളം ഇല്ലേ എങ്ങനെ ചോദിക്കും. അപ്പോൾ അത് ചോദിക്കണേനും അങ്ങോട്ട് കൊടുത്താൽ മതിയല്ല എന്ന് വിചാരിച്ച് ഞാനത് പിഴിഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്ത്. എന്നിട്ടാണ് നമ്മൾ ഇവിടെ നിന്നിട്ട് ഈ ജോലികൾ ചെയ്യണത്. ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഞാൻ വിചാരിക്കും സ്ത്രീയായിട്ട് ജനിക്കരുതായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ച് പോകും ഇടക്ക്. മാനുഷികമായിട്ടുള്ളൊരു നോർമൽ ചിന്താഗതിയാണത്. അപ്പോൾ അതേ റൂബി കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്നിരുത്തി കളിപ്പിക്കുക. റയനാണെങ്കിലും വേർത്ത് കുളിച്ച് ഒലിച്ചിരിക്കുന്നുണ്ട്, നല്ല ചൂടാണ്. റൂബി കുഞ്ഞും ആകെ ടയേർഡാണ് കേട്ടോ. അപ്പോൾ റയനോട് ഞാൻ പറഞ്ഞു ഞാൻ മുട്ട വേവിക്കാനൊന്ന് വെച്ചു. അപ്പോൾ റയന് രാത്രി മുട്ട ബിരിയാണിയുടെ കൂടെ വേണം, ഉച്ചക്കും വേണമെന്ന് പറഞ്ഞ്. രാത്രി വേണ്ടാന്നുണ്ടെങ്കിൽ 2 മുട്ട ഞാൻ പുട്ടോടമില്ലേ അതിൻ്റെ അകത്തിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പറഞ്ഞില്ല. അപ്പോൾ പപ്പക്കും ഞാൻ ഈ ചോറിൻ്റെ കൂട്ടത്തിലാണെങ്കിലും മുട്ട പുഴുകിയത് നമ്മൾ ബിരിയാണിക്ക് കഴിക്കുമ്പോൾ കൊടുക്കും. അപ്പോൾ റൂബി കുഞ്ഞിനും ഒരെണ്ണം ആകട്ടെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് മുട്ട പുഴുങ്ങാനായിട്ടുള്ള മുട്ടയുടെ എഗ് ബോയിലർ എടുത്ത് റയനെ കൊണ്ട് അത് വെപ്പിച്ചത് കേട്ടോ. അപ്പോൾ അത് റയൻ മുട്ടയുടെ ആ ഇതൊക്കെ പൊട്ടിച്ച് ഷെല്ല് പതിയൊരു ഹോളൊക്കെ ഇട്ടിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിനകത്ത് ചെയ്യണത്. അപ്പോൾ അതും അങ്ങനെ അവിടെ വെച്ച് പിന്നെ ബിരിയാണിയുടെ റൈസ് അങ്ങോട്ട് ഇടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇത് ചോപ്പറിലിട്ട് നല്ല ചെറുതാക്കി എടുത്തിട്ട് സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇത് സവാള എടുത്ത് വെച്ചതാണ് കേട്ടോ. പക്ഷേ റയൻ പറഞ്ഞു എനിക്ക് സാലഡ് വേണ്ട മമ്മി, ഉണ്ടാക്കണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അയ്യോ അതെന്താ, എനിക്ക് കഴിക്കാൻ തോന്നണില്ല. അപ്പോൾ പിന്നെ ഞാനായിട്ട് ഇനി ആ സാലഡ് ഒറ്റക്ക് കഴിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ സാലഡ് ഉണ്ടാക്കിയില്ല, ചുമ്മാ അരിഞ്ഞെങ്ങാനും വെക്കാമെന്ന് വിചാരിച്ച്.
പിന്നെ മുട്ടയുടെ തൊണ്ട കുറേ നേരമായിട്ടാണ് അതൊക്കെ തണുത്തിട്ടുണ്ട്. ബിരിയാണിയും ഏകദേശം നല്ല 11:30 തന്നെ എല്ലാം ശരിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി എടുക്കാനുള്ള സമയമായി. അപ്പോൾ പപ്പക്ക് ഞാൻ ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പപ്പ ഇവിടെ കിടക്കണേണ് ടയേർഡായിട്ട്. അപ്പോൾ ഞാൻ വിളിച്ചില്ല. ഏതായാലും എഴുന്നേക്കട്ടെ സാവധാനം, ക്ഷീണം മാറി എഴുന്നേറ്റിട്ട് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം റയന് തന്നെയാണ് എടുക്കണം കേട്ടോ. പക്ഷേ ഞാൻ ഓർത്തില്ല ഇവൻ കപ്പലണ്ടി കഴിച്ചിട്ട് നിൽക്കണമെന്ന് ഓർത്തില്ല. ഞാൻ 2 ചിക്കൻ ലെഗ് പീസും റൈസൊക്കെ ഇട്ടിട്ട് അവസാനം അവന് കഴിക്കാൻ പറ്റിയില്ല. ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചെടുത്ത് ഇങ്ങനെ സൈഡിലേക്ക് നീക്കി വെച്ചേക്കണ ആൾ. എന്നാൽ പിന്നെ നേരത്തെ പറയാറുന്നില്ലേടാന്ന് ഞാൻ ചോദിച്ചു. അത് മമ്മിക്ക് അറിയാൻ പാടില്ലേ, ഞാൻ കപ്പലണ്ടി കഴിച്ചത് മമ്മിക്ക് അറിയാമല്ല, പിന്നെന്തിനാ അങ്ങനെ എടുത്തത്, നിങ്ങളുടെ ഒരു ചോദ്യം. അതും ശരിയാണ്. അങ്ങനെ ഞാൻ ബാക്കിയെടുത്തത് ഫ്രിഡ്ജ് വെച്ച്, കാരണം അത് പുറത്ത് കൈയിട്ടതല്ലേ, അങ്ങനെ നീക്കി വെച്ചതാണ്. എങ്കിലും അത് ഫ്രിഡ്ജിലിട്ട് എടുത്ത് മാറ്റി, പുറത്ത് വെച്ചില്ല. അങ്ങനെ ഇത് ഞാൻ നമ്മുടെ ഷോർട്ട് വീഡിയോക്ക് വേണ്ടിയിട്ട് അങ്ങനെ എടുത്തതായിരുന്നു കേട്ടോ. ഇതിപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കണ 7:30 മണിക്കാട്ടോ. ഈ ഒരു സമയത്താണ് ഞാൻ ഈ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അയ്യോ ഇന്നത്തെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടില്ലല്ലോ, ഇന്നലെ ഞാനത് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ന് 7:30 മണിക്കാണ് ആ ഷോർട്ട് വീഡിയോ ഇട്ടത് കേട്ടോ. ഇത് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് 7:30 7:32 ആ സമയത്ത് അവിടെ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് പബ്ലിക് ആക്കിയത് ഈ സമയത്താണ്. അങ്ങനെ നമ്മൾ ഉച്ചക്ക് ബിരിയാണി എല്ലാം കഴിച്ച് അതിനുശേഷം ഞങ്ങൾ കഴിച്ച് എഴുന്നേറ്റതിന് ശേഷമാണ് പപ്പ എഴുന്നേറ്റിട്ട്. പപ്പയുടെ അടുത്ത് പപ്പ ഇങ്ങനെ അനങ്ങളുണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ചോറെടുത്ത് വെക്കട്ടെ, വേണ്ട കഴിച്ച് കഴിഞ്ഞിട്ട് വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും റയനും കഴിച്ച് കഴിഞ്ഞിട്ടാണ് പപ്പക്ക് വിളമ്പിയൊക്കെ വെച്ചത് കേട്ടോ. അപ്പോൾ സ്രാവ് കറി രാത്രിത്തേക്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പപ്പയ്ക്ക് വേണ്ടിയിട്ട് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ എല്ലാം എടുക്കണമെന്നുണ്ടെങ്കിൽ രാത്രി ബീഫ് കറി ഉണ്ട് ഫ്രിഡ്ജിൽ, അത് ഇവിടെ കൊടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് വെച്ചത്. പക്ഷേ ആ സ്രാവ് കറി തന്നെ രാത്രിയും കൂട്ടിയിട്ടൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ പൂക്കളൊക്കെ ഞാനങ്ങനെ ഒന്ന് നോക്കിയതാണ്. ഇവരിവിടെ ഇത് വാക്യൂം ക്ലീനർ വെച്ചിട്ടേ, ആ ചെറിയ വാക്യൂം ക്ലീനർ ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ടുപേരും കൂടി ഇറങ്ങി വന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണം. നമ്മുടെ ഓണത്തിൻ്റെ വേസ്റ്റ് കൊണ്ട് ഇട്ട സ്ഥലത്തും പൂക്കൾ പിടിച്ചിട്ടുണ്ട്. ജമന്തിപ്പൂവും വാടാർമുല്ലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ ഒന്ന് നോക്കിയതാണ്. പിന്നെ നമ്മുടെ കുറേ മറ്റേ എന്താണ് ബൊഗെയിൻ വില്ലയും മെയ് ഫ്ലവർ, അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്, നല്ല രസം. അപ്പോൾ ഇന്നലെ നമ്മളുടെ കേക്ക് ഫ്ലോപ്പായ സ്ഥിതിക്ക് വാശിപ്പുറത്ത് ഇന്ന് കേക്ക് ഉണ്ടാക്കണതാണ് ഈ കാണുന്നത്. അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയും പൊടിച്ച് അതിനകത്തേക്ക് ഒരു മുട്ടയിട്ട് അപ്പോഴേക്കും ചായ വെച്ചത് തിളക്കണ്ടായിരുന്നു, അതൊന്ന് ഓഫ് ചെയ്ത് മൂടി വെച്ച്. പപ്പ വീണ്ടും പണി ചെയ്യാനായിട്ട് മുകളിലേക്ക് പോയേക്കൊണ്ട് തന്നെ ആളെ കണ്ടില്ല. അതുകൊണ്ട് ചായ ഉടനെ എടുത്ത് കൊടുത്തില്ല, കുറേ നേരം കഴിഞ്ഞിട്ടാണ് ചായ കൊടുത്തത്. ഇതൊക്കെ ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം, അതായത് ബേക്ക് ചെയ്യാൻ വെച്ചതിന് ശേഷം. അപ്പം ഞാനവിടെ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് പാത്രം സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അരക്കപ്പ് പഞ്ചസാര പൊടിച്ചതിലേക്ക് ഒരു മുട്ടയും 1 കപ്പ് പാലും 1 കപ്പ് ഓയിലും 1 കപ്പ് മൈദ, അത് നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം 1 കപ്പ് മൈദ, 1 നുള്ളി ഉപ്പ്, ഇത്തിരി ബേക്കിംഗ് പൗഡർ, 1 നുള്ളി ബേക്കിംഗ് സോഡയും കൂടിയിട്ട് എന്നിട്ട് ഏതെങ്കിലും ഒന്നിട്ടാലും മതി, കുഴപ്പമില്ല. രണ്ടും ഇട്ടിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഹൈ സ്പീഡിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്യണം. ഹൈ ഫ്ലെയിം എന്നാണ് പറയാൻ പോയത്. ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വേഗം തന്നെ അടുപ്പത്തേക്ക് വെച്ചേക്കണം. ഇതിങ്ങനെ വെച്ചേക്കരുത്. അപ്പോൾ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത് ഒരുവിധം നല്ല ചൂട് ആയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇന്നത്തെ കേക്കും എനിക്ക് തൃപ്തിയായിട്ടല്ല വന്നത്. ഭയങ്കര സോഫ്റ്റാണ് ഈ കേക്ക്, ഭയങ്കര പഞ്ഞി പോലെ. ഈ പാല് ചേർക്കുന്ന കേക്കെല്ലാം ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് അതായത് ഒന്നില്ലെങ്കിൽ സ്റ്റീം ചെയ്ത് നമ്മൾ സാധാരണ അപ്പം പുഴുങ്ങണമെല്ലാം എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതുമല്ലെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഓവനിൽ വെച്ച് സ്റ്റീം ചെയ്തെടുക്കൂലേ, ബേക്ക് ചെയ്തെടുക്കൂലേ, അതും നന്നായിട്ട് കിട്ടും. ഏതായാലും എനിക്ക് അതിനൊക്കെ ഭയങ്കര മടിയാണ്, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല. സാധാരണ നമ്മൾ ബേക്ക് ചെയ്യണ പോലെ ബേക്ക് ചെയ്ത് ഒരു 25 മിനിറ്റൊക്കെ ആയപ്പോഴാണ് കേട്ടോ ബേക്കായി വന്നത്. എങ്കിലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ മോൾ വശമൊന്നും ഗോൾഡൻ കളറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ പാത്രം ഒരുപാട് നേരം നല്ല ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത് നല്ല രീതിയിൽ അടിയിലും മുകളിലും ചൂടായി കിടന്നാലാണ് മുകളിലൊരു ഇത്തിരി കളർ ചേഞ്ചൊക്കെ വരുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ വെളുത്ത് തന്നെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ ഓവനിൽ കഴിഞ്ഞ ദിവസം വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഓവണും എന്തോ ഇടയ്ക്കൊരു കംപ്ലൈൻറ്റും വരുന്നുണ്ട്. പിന്നെ ഓവൺ അങ്ങനെ അതിന്മേൽ അത്യാവശ്യമായിട്ട് ഞാൻ ഉപയോഗിക്കാത്തത് കൊണ്ട് അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിൽക്കണേ. നമുക്ക് ഒരുപാട് പണച്ചെലവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയവും, അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടി അങ്ങോട്ട് ആകണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടേക്കണേ. ഓവൻ വേറെ മേടിക്കാൻ റിച്ചാർഡ് പറയുള്ളൂ. കഴിഞ്ഞ തവണയും ഇങ്ങനെ ഓവണിന് ചെറിയ പ്രശ്നം വന്നപ്പോൾ വേറെ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് വേണ്ട അത്യാവശ്യമില്ലാത്ത സാധനമല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മേടിപ്പിച്ചിട്ടില്ല.
അപ്പോൾ അതേ കേക്ക് ഞാൻ ഒരു സന്ധ്യ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇപ്പോൾ ചൂടായിട്ടിരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഇത്തിരി തണുത്ത് പിറ്റേ ദിവസം കഴിക്കുമ്പോഴാണ് കേക്കിന് ടേസ്റ്റ്. അപ്പോൾ സൈഡ് ഇങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇതൊരു ചതുരം പീസായിട്ട് കിട്ടിയിട്ടത്. ഞാൻ വിചാരിച്ച പോലെ ഒന്ന് പൊങ്ങി കിട്ടിയിട്ടത്. ഒന്നാമത് ഞാൻ 7 ഇഞ്ചിൻ്റെ പാത്രം എടുത്തത്, ശരിക്കും 6 ഇഞ്ചിൻ്റെ പാത്രം എടുത്താൽ മതിയായിരുന്നെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇത്തിരി ഹൈറ്റിലേക്ക് ഇട്ടു, ഇത് പരന്ന് പോയി അങ്ങോട്ട്. എങ്കിലും നല്ല ടേസ്റ്റുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. പിന്നെ ഞാൻ നടക്കാൻ പോയി. അതിനുശേഷമാണ് പ്രാർത്ഥന ചൊല്ലിയിട്ടാണ് നടക്കാൻ പോയത്. ഇന്ന് 6:45 തന്നെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾക്ക് തിങ്കളാഴ്ച വീണ്ടും കാണാം. താങ്ക്